പാർലമെൻറ്റ് അതിക്രമ കേസിലെ ദുരൂഹതകൾക്ക് ഉത്തരം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെ ഒന്നിച്ചെന്നും പ്രകടനം മാത്രമായിരുന്നു ലക്ഷ്യമെന്നുമാണ് അവരുടെ മൊഴികൾ. എന്നാൽ ഇത് പോലീസ് വിശ്വസിക്കുന്നില്ല. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഡൽഹി എങ്ങനെയുണ്ട് രാധാകൃഷ്ണൻ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഡൽഹി ഇപ്പോൾ തണുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഡൽഹിയിലെ തണുപ്പിന്റെ എത്ര ഡിഗ്രി തണുപ്പായിട്ടുണ്ട് അവിടെ? ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ നല്ല എസ് കെ ഇന്നിപ്പോൾ ഏതാണ്ട് ഒരു 15 ഡിഗ്രി മുതൽ 18 ഡിഗ്രി വരെ പല സ്ഥലങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. ഇത് വരുന്ന ദിവസങ്ങളിൽ ഇനി വീണ്ടും കുറയും. പ്രത്യേകിച്ച് ഡിസംബർ ഒരു 20-ന് ശേഷം ജനുവരി ഒരു 5-നുള്ളിൽ ഉള്ള ദിവസങ്ങളിൽ അത് വളരെ വലിയ രീതിയിൽ കുറയും. ഒരു 2 ഡിഗ്രിയൊക്കെ എത്തുന്ന അവസ്ഥയിലേക്ക് പോലും പോകും ഈ വർഷം എന്നുള്ളതാണ് ഇപ്പോൾ ഈ കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ പറയുന്നത്. നിലവിൽ ഡൽഹിയെ സംബന്ധിച്ച് ഇതൊരു നല്ല കാലാവസ്ഥ എന്ന് പറയാവുന്ന വിധത്തിലേക്ക്, രാവിലെയൊക്കെ സുഖകരമായിട്ടുള്ള ഒരു കാലാവസ്ഥ എന്നൊക്കെ പറയുന്ന വിധത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വസന്തകാലം അതിൻ്റെ ഒരു വരവറിയിച്ചുകൊണ്ട് ഡൽഹിയിലെ എല്ലാ സ്ഥലങ്ങളിലും പൂക്കളൊക്കെ മനോഹരമായിട്ട് വിരിയുന്ന ഒരു കാലാവസ്ഥ, ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു കാലാവസ്ഥ കൂടിയാണ്, സീസൺ കൂടിയാണ് ഈ ഡിസംബർ ജനുവരി മാസങ്ങൾ. വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം ഈ വർഷവും വളരെ വലിയ രീതിയിൽ കൂടുതലാണ്. ഡൽഹി മാത്രമല്ല, ഡൽഹിയുടെ സമീപ സംസ്ഥാനങ്ങളിലെ സുഖവാസ കേന്ദ്രങ്ങളിലേക്ക്, മണാലി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക്, ശ്രീനഗർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ഉള്ളവരെല്ലാം ഡൽഹിയിലേക്ക് വരുന്നു. ഡൽഹിയിലെ സ്ഥലങ്ങൾ കൂടി അവർ ആസ്വദിക്കുന്നു. അങ്ങനെയാണ് ഡൽഹിയിലെ ഒരു സാഹചര്യം. ഓക്കെ, രാധാകൃഷ്ണൻ, ഇനിയിപ്പോൾ നമ്മുടെ വാർത്ത പറഞ്ഞില്ല, എൻ്റെ അന്വേഷണം എവിടെയായി? എസ് കെ, നമ്മുടെ ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം അവർക്ക് മുന്നിൽ ഒരു വലിയ പ്രതിസന്ധിയായിട്ട് മാറിയിരിക്കുകയാണ്. ഈ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ പിടിയിലായവർ നൽകുന്ന മൊഴി, ആ മൊഴിയെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അവർ ഏതെങ്കിലും വിധത്തിലൊരു മറ്റേതെങ്കിലും ഒരു സംഘടനയുമായിട്ട് ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ ആ സംഘടനയുടെ ഭാഗമായിട്ട് ഉള്ള ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ചെയ്തതെന്നോ ഒന്നും ഉള്ള തെളിവുകൾ ലഭിക്കാത്ത വിധത്തിലാണ് പോകുന്നത്. അന്വേഷണ സംഘം ഇപ്പോഴും പറയുന്നത് ഇവർക്ക് ഭീകരവാദ ബന്ധം ഉണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചിന്ത ഇവർക്കുള്ളിലേക്ക് ഉണ്ടാകില്ല. ഈ സംഘം ഇപ്പോൾ ഒരു പറയുന്ന കാര്യങ്ങൾ അതിനെ വലിയ കാഠിന്യമില്ലാത്ത വിധത്തിലേക്ക് എത്തിച്ചേർക്കാൻ നേരത്തെ തന്നെ ഈ മൊഴികളടക്കം ഇവർ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ശേഷമാണ് പോലീസിനോട് പറയുന്നത് എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് വളരെ ഈ അന്വേഷണവും അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തി പറയുമ്പോൾ പോലീസ് സംഘം ഇരുട്ടിൽ തപ്പുന്നോ എന്ന് ചോദിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് അന്വേഷണ സംഘങ്ങളുടെ കാര്യത്തിലും ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണം എത്തുമ്പോൾ അവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള കൂടുതൽ തെളിവുകൾ കണ്ടെത്തണം എന്നുള്ളതാണ്. ഈ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തിയാൽ മാത്രമേ ഈ പ്രതികളുടെ ബാക്കിയുള്ള ബന്ധങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ലഭിക്കൂ എന്നുള്ളതാണ്. പ്രതികൾ പറയുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘത്തെ വളരെ നേരിടുന്ന രീതി, ഇതൊക്കെ വളരെ കൃത്യമായിട്ടൊരു ആസൂത്രണം ഇതിന് പിന്നിൽ ഉണ്ടെന്ന് വിവരിക്കുന്ന വിധത്തിലാണെന്നും അവർ പറയുന്നുണ്ട്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. 5 പേർ കസ്റ്റഡിയിലുള്ള 5 പേരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ലളിത് ഷായെ അടുത്ത ദിവസം ഇവർക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യും. അതോടുകൂടി കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്ന് കരുതുന്നു. ഫോസ്ഫറസിന്റെ അംശം ഈ വാതകത്തിന്റെ ഭാഗമായിട്ട് കണ്ടെത്തി എന്നുള്ളത് ഫോറൻസിക് സംഘം അത് കൂടുതൽ പരിശോധനാ വിധേയമാക്കുകയാണ്. അതിന്റെ റിപ്പോർട്ടുകൾ അടക്കമുള്ളവയും അടുത്ത ദിവസങ്ങളിൽ ലഭിക്കും. ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വളരെ ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ട് പോലീസ്. എസ്.കെ. ഈ രാധാകൃഷ്ണൻ, സുലൈമാൻ അബ്ദുൽ ഖാദർ ഒരു സംശയം. അതേപോലെ ഡൽഹിയിൽ വീണ്ടും വായു മലിനീകരണം കൂടിയെന്ന് പറയുന്നു. എന്താണ് ലേറ്റസ്റ്റ് വിവരം എന്ന് ചോദിക്കുന്നത്? രാധാകൃഷ്ണനോട് ചോദിക്കാൻ പറഞ്ഞാ ആണ്. ഡൽഹിയിലെ വായു മലിനീകരണത്തിൻ്റെ തോതിലൊരു കുറവുമില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട്. എന്നാൽ ഈ ഒരു 400-ന് മുകളിലോട്ട് പോകുന്ന ഒരു അവസ്ഥയില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഡൽഹിയെ സംബന്ധിച്ച് ഇപ്പോഴും വായു മലിനീകരണത്തിൻ്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള അവസ്ഥ നേരിടുന്നുണ്ട്. ഒരു പുക മഞ്ഞിൻ്റെ പാളി ഡൽഹിയെ പുതച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ദേശീയപാതയിലൊക്കെ രാവിലെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ തൊട്ട് മുന്നിലുള്ള വാഹനത്തെ പോലും കണ്ടെത്താൻ പറ്റാത്ത
പറ്റാത്ത വിധത്തിൽ ആ ദൂരപരിധി പരിധി അത് വളരെ കുറവാണ്. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പല മേഖലകളിൽ. ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ദേശീയപാതയിലെ പോകുന്ന വേഗതയുടെ പരിധി ഇപ്പോൾ ദേശീയപാത അതോറിറ്റി കുറച്ചിട്ടുണ്ട്. അത് ഈ വിധത്തിൽ മലിനീകരണം കൂടുതൽ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.